അതെ, യൂട്യൂബ് ഇപ്പോൾ ഷോർട്സൊക്കെ 3 മിനിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ശ്വാസം വലിച്ചു വിട്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാം. പണ്ട് ശ്വാസം പിടിച്ചായിരുന്നു ഈ 1 മിനിറ്റിനുള്ളിൽ എല്ലാം കൂടി വാരി വലിച്ച് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സമാധാനമായിട്ട് പറയാം. അപ്പോൾ ഇന്ന് വൈകിട്ടൊരു ദിവസമാണ്, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാവാമെന്ന് കരുതി. ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ. തിരിച്ച് വന്നിട്ട് എല്ലാം ഉണ്ടാക്കി വന്ന് കഴിക്കാറായപ്പോഴത്തേക്കും 3 മണിയായി. ഉച്ചയ്ക്കത്തെ കാര്യമായിട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഇന്നലത്തെ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും ഇത് ഇന്നലത്തെ കറിയാണെന്ന്. ചെമ്മീൻ ഒലത്തിയത്, പിന്നെ ഞാൻ പിണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ള ഒരു റിലയൻസിൽ കണ്ടപ്പോൾ വാങ്ങിയതാട്ടോ. അതെപ്പോഴൊന്നും കിട്ടാറില്ലല്ലോ. അങ്ങനെ പിണ്ടിയും പരിപ്പും കൂടെ നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കറി കേട്ടോ, പിണ്ടിയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് വെക്കുന്നത്. പിന്നെ നമ്മുടെ പച്ചക്കായ കണ്ടില്ലേ, പച്ചക്കായ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ മെഴുക്ക് പുരട്ടിയായിട്ട് ഉണ്ടാക്കും. അതായത് ചതച്ച മുളകൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റല്ലേ. പിന്നെ നമ്മുടെ കണ്ടില്ലേ, എൻ്റെ പിണ്ടിയും പരിപ്പും സൂപ്പറല്ലേ. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. വല്ലപ്പോഴും അല്ലേ കിട്ടാറുള്ളൂ. എനിക്ക് വല്ലപ്പോഴും തന്നെയാട്ടോ കിട്ടാറ്. നമ്മുടെ വീട്ടിൽ വാഴയൊക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാനൊരു വാഴയായതുകൊണ്ട് തന്നെ എനിക്ക് ഈ പിണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതേ നല്ല ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റായിട്ട് ഉപ്പിലിട്ട കേട്ടോ, അധികം ദിവസമൊന്നും ആയിട്ടില്ല. പിന്നെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മീൻ വറുത്താണ്. നല്ല വലിയൊരു മീൻ വറുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഇങ്ങനെ എന്താ പറയുക, ആസ്വദിച്ചൊരു 3:30-4 മണിയായിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഇങ്ങനെ കഴിച്ചു. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് പിന്നെ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. നല്ല തട്ടാണ്. കാരണം എന്താ പറയുക, മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ പറയുക, ന്യൂ റെസൊല്യൂഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ 1-ാം തീയതി തുടങ്ങി എനിക്ക് കട്ട ഡയറ്റ് എടുക്കണം. അതിന് മുന്നേ ഉള്ള ഒരു അണയാൻ പോണ തീ ആളിക്കത്തും എന്ന് പറയില്ലേ, അതിനുള്ള തയ്യാറെടുപ്പാണിത്. ഇഷ്ടപ്പെട്ടതൊക്കെ വാരി വലിച്ച് കഴിക്കുകയാണ്. അപ്പോൾ 1-ാം തീയതി തുടങ്ങി ഞാൻ നല്ല കുട്ടിയായിട്ട് ഡയറ്റൊക്കെ എടുത്ത് ഒരു 3-4 കിലോ ഇപ്പോൾ കൂടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വെയിറ്റ് നോക്കാൻ പേടിയാണ്. അപ്പോൾ 1-ാം തീയതി തുടങ്ങി ഞാൻ പിന്നെയും പഴയ ഒരു എന്താ പറയുക ഡയറ്റിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കണം. നടക്കില്ല എന്നൊന്നും അറിയില്ല. വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.